രതീഷ് നമുക്കൊപ്പമുണ്ട്. രതീഷ് അവിടുത്തെ പ്രാദേശിക CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്. രതീഷ്, നമസ്കാരം. രതീഷ്, ഈ കുട്ടിയുടെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് നൽകാനായിട്ട് കഴിയുമോ രതീഷ്? ഇപ്പൊ ഇതുവരെ നമുക്ക് വിവരം കിട്ടിയിട്ടില്ല. കുട്ടി വൈകുന്നേരം തിരുവാങ്കുളത്ത് ഓട്ടോറിക്ഷയിൽ അമ്മയായിട്ട് ആലുവ ഭാഗത്തേക്ക് ബസ് കയറി പോയതാ. ആലുവ ഭാഗത്തേക്ക് ഈ തിരുവാങ്കുളം വരെ കുട്ടി വന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുമോ രതീഷ്? ഓട്ടോറിക്ഷയ്ക്കാ പോയ. ഓട്ടോറിക്ഷയ്ക്ക് ആ ഓട്ടോറിക്ഷക്കാരടുത്ത് സംസാരിക്കാനോ മറ്റോ സംസാരിച്ചിട്ടുണ്ടോ? നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഓട്ടോറിക്ഷക്കാരോട് സംസാരിച്ച് തിരുവാങ്കുളത്ത് ഇറക്കിയെന്ന് പറഞ്ഞു. ബസ്സിൽ തിരുവാങ്കുളം വരെ ഓട്ടോറിക്ഷയിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? ഉറപ്പിക്കാം. അവിടുന്ന് ബസ് കയറി ആലുവ ഭാഗത്തേക്കാണ് പോയെന്ന് പറഞ്ഞു. ഈ തിരുവാങ്കുളത്ത് നിന്നും പോകുന്ന ബസ്സുകളൊക്കെ ആലുവ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണോ കൂടുതലുള്ളത്? തിരുവാങ്കുളം ഭാഗത്തു നിന്ന് കൂടുതൽ ആലുവ, നമ്മൾ തൃപ്പൂണിത്തുറ വഴി ആലുവ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണുള്ളത്. അപ്പം ആ ബസ്സിൽ കയറി അമ്മ ആലുവയിൽ ഇറങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആലുവ ഇറങ്ങിയിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വിളിച്ചു പറയുന്നത് കുട്ടി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചു, മറ്റേ കുഴിക്ക് വിളിച്ചു. അതായത് ഈ അമ്മയുടെ ഒപ്പം തിരുവാങ്കുളത്ത് നിന്ന് ബസ്സിൽ കയറുന്നു, കുട്ടി ബസ്സിൽ അമ്മയുടെ ഒപ്പം ഒരു പക്ഷേ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അമ്മ ഇറങ്ങി പോകുന്നു, വീട്ടിൽ ചെന്നിട്ട് തിരിച്ച് വിളിച്ചു ചോദിക്കുന്നു അല്ലേ? മറ്റേ കുഴിക്ക് വിളിച്ചു. അപ്പൊ കുട്ടി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു വിളിച്ചു. അങ്ങനെയാണ് ഇവിടെ. അപ്പൊ തന്നെ ഇവിടുന്ന് കൊച്ചിയുടെ അച്ഛനൊക്കെ പോയി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും സംഭവങ്ങൾ ഉള്ളതായിട്ട് അറിയാമോ രതീഷ്? ഇല്ല, അങ്ങനെ ഇതുവരെ കൊച്ച് അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 4 വയസ്സല്ലേ ഉള്ളൂ. ഒരുപക്ഷെ അമ്മ 4 വയസ്സ് കുഞ്ഞിനെ മറന്നു പോവുകയോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോവുകയോ ചെയ്തിട്ടുണ്ടാവാം, എനിക്ക് തോന്നുന്നു അല്ലേ? അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പൊ ഈ ബസ്സിൽ പക്ഷേ ഒറ്റയ്ക്ക് ഈ കുഞ്ഞിരുന്നാൽ ആലുവ വരെ പോകുന്ന ബസ്സാണെങ്കിൽ ആലുവ ബസ് സ്റ്റാൻഡിലെ കുട്ടിയെ ആ ബസ്സുകാർ കാണേണ്ടതാണ് അല്ലേ? അത് തന്നെ, അതെ. ബസ്സിൽ കാണേണ്ടതാണ്. ബസ്സിൽ തന്നെ അറിയാമല്ലോ, കുട്ടികൾ 4 വയസ്സുള്ള കുട്ടികളുടെ ഉള്ളൂ. ഈ പ്രൈവറ്റ് ബസ്സാണോ അതോ KSRTC ആയിരുന്നോ? പ്രൈവറ്റ് ബസ്സാ. ഏത് ബസ്സാണെന്ന് നമുക്ക് ആ സമയം വെച്ച് നോക്കാനോ മറ്റോ കഴിയുമായിരിക്കുമോ? അത് നോക്കിയിട്ടില്ല സാറേ. അത് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും കുട്ടികളുടെ അച്ഛനും എല്ലാവരും ആലുവയ്ക്ക് പോയിട്ടുണ്ട്, സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാർട്ടി പ്രവർത്തകരും ഒക്കെ അതിന് പിന്നാലെ ഇറങ്ങുന്നുണ്ടാവുമല്ലോ അല്ലേ? സ്വാഭാവികമായിട്ടും. പിന്നെ തീർച്ചയായിട്ടും. അപ്പം ഇത് തിരുവാങ്കുളത്ത് നിന്നും ആലുവയ്ക്ക് പോകുന്ന അത്രയും ദൂരമേ ഉള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ കുട്ടി എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും അല്ലേ? അറിയാൻ പറ്റും. കാരണം എന്തായാലും ഇപ്പൊ ബസ്സിലൊക്കെ ക്യാമറ ഉണ്ടാവുമല്ലോ. അതെ, ബസ്സിൽ ക്യാമറ ഉണ്ടാവും. പിന്നെ ഈ ഓരോ സ്റ്റേഷനിലും ഈ കുട്ടി ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും കടകളിലൊക്കെ ക്യാമറ കാണേണ്ടതാണ്. അത് തന്നെ. നേരത്തെ ഈ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പിണക്കോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരിപ്പം അച്ഛന് ഇവന്റെ കുട്ടിയുടെ പുത്തത്തിന് സുഖമില്ലാത്ത ഹോസ്പിറ്റലാണ്. അപ്പൊ അങ്ങനെ ഒന്ന് വിളിച്ചോണ്ട് പോയതാ. മനസ്സിലായി. ഓക്കെ, ശരി. താങ്ക് യു രതീഷ്. എന്തായാലും കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളെ കൂടി ഒന്ന് വിവരം അറിയിക്കൂ. ഞങ്ങൾ ആ ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ട്, പ്രേക്ഷകർക്ക് കാണാം. കല്യാണി എന്ന കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവാങ്കുളത്ത് നിന്നും ആലുവയ്ക്ക് പോകുന്ന ബസ്സിലാണ് ഈ കുട്ടി അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്തിരുന്നത്. അമ്മയ്ക്ക് ചെറിയൊരു മാനസിക സംഘർഷമോ ഒക്കെ ഉണ്ടാവാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുട്ടി അങ്ങനെ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോയി. തിരുവാങ്കുളം വരെ ഓട്ടോറിക്ഷയിൽ അമ്മയ്ക്കൊപ്പം കുട്ടി സഞ്ചരിച്ചിട്ടുണ്ട്. തിരുവാങ്കുളത്ത് നിന്ന് ആലുവയ്ക്ക് പോകുന്ന ബസ്സിലും കുട്ടി അമ്മയ്ക്കൊപ്പം കയറിയിട്ടുണ്ട്.